ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ എല്ലാവരും വീടുകളിൽ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു അട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ചായ പലഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് നല്ല നേന്ത്രപ്പഴം പഴുത്തത് നോക്കിയെടുക്കാം. പഴം നമ്മൾക്ക് തൊലി കളഞ്ഞ് ഇതേമാതിരി ചെറിയതായി കട്ട് ചെയ്ത് വയ്ക്കാം. ഇതിനു വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ശകലം ഉപ്പ്, ഒരു നുള്ളു ഉപ്പ്. ഇനി നല്ല തിളച്ച ചൂടുവെള്ളം നമുക്ക് ഇതിലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല തിളച്ച വെള്ളം ആകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതേമാതിരി നല്ല പോലെ ഒന്ന് കുഴച്ച് വയ്ക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണ പോലെ നമുക്ക് കുഴച്ച് വയ്ക്കാം. നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം അരിപ്പൊടി എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനും നല്ല രുചിയായിരിക്കും. ഇതേമാതിരി നമുക്ക് നല്ല സോഫ്റ്റായി നമ്മുടെ മാവ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചു. 1 ടീസ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച പഴം നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനെ ഒരുവിധം ഒന്ന് ചൂടായി നല്ലോണം വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഉടച്ചെടുക്കുമ്പോൾ നല്ല പോലെ നമുക്ക് ഉടഞ്ഞു കിട്ടും. ഇതേമാതിരി നമ്മൾ ഇളക്കി ഇതേമാതിരി ഉടയ്ക്കുമ്പോൾ നമുക്ക് നല്ല പോലെ സോഫ്റ്റായിട്ട് ഉടഞ്ഞു കിട്ടും. പഴം നെയ്യിൽ വറുക്കുമ്പോൾ നമുക്ക് വളരെയധികം രുചിയായിരിക്കും. അതുപോലെ തന്നെ നല്ല നേന്ത്രപ്പഴം, പഴുത്ത പഴം എടുക്കണം. നമ്മുടെ കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ശർക്കര, ഞാൻ 250 ഗ്രാം ശർക്കരയാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അത് ഉരുക്കി ഒഴിക്കുകയാണ്. ഉരുക്കി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഞാനൊരു 5-10 കശുവണ്ടി നുറുക്കിയത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി ശകലം നേരം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി 4 ഏലക്കായപ്പൊടിയാണ്. 1/2 ടീസ്പൂണ് ജീരകപ്പൊടി നമുക്കിതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമ്മുടെ ശർക്കര നീര് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേമാതിരി ഇളക്കി നമ്മുടെ ഈ ശർക്കരയെല്ലാം നമ്മുടെ തേങ്ങയോടെല്ലാം ചേർന്ന് നല്ല പോലെ ഒന്ന് കട്ടിയായി വന്നാൽ നമുക്കിനി പഴം കൂടി ഇട്ട് കൊടുക്കാം. ഈ പഴം ഇതിൽ ചേർത്തി കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതേമാതിരി നന്നായിട്ട് കട്ടയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. ഇനി ഇതേമാതിരി നമുക്ക് ഓരോ ഉരുളകളായിട്ട് നമുക്ക് മാവ് എടുക്കാം. പിന്നെ നമ്മൾ ഇല, ഞാൻ ചൂടുവെള്ളം ആക്കി അതിലൊന്ന് വാട്ടിയെടുത്ത ഇലയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇല പൊട്ടിപ്പോവില്ല. വാട്ടിയെടുത്ത ഇലയാണ്. ഇനി നമുക്ക് ഈ മാവ് ഇതിൽ വെച്ച് കൈ ഒന്ന് ചെറുതായി ഒന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതേമാതിരി മൊത്തം പരത്തിയെടുക്കാം. ഇതേമാതിരി നമ്മുടെ അടേൻ്റെ മാവെല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല നമ്മളിതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ട് എല്ലാവിടെയും നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നല്ല രീതിയിൽ എല്ലാവിടെയും ഒന്ന് പരത്തി എടുക്കാം. എല്ലാവിടെയും പരത്തി നമ്മൾ ഇതിനെ റോൾ ചെയ്ത് എടുക്കുകയാണ്. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ കഴിക്കാവുന്നതാണ്. കാരണം ഇതിൽ സോഡപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല. ഇതൊരു ഓർഗാനിക്കായിട്ടുള്ള ഒരു അടയാണ്. ഇതേമാതിരി നമുക്ക് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2ആയി കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടില്ല. 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഞാനങ്ങനെ മുഴുവനായി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് നേരം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചാനലിൽ നമ്മുടെ വേറെയും വീഡിയോകളുണ്ട്. അടയായിട്ടും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റുകളായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ അട വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ച് പാത്രത്തിലേക്ക് വയ്ക്കാം. അങ്ങനെ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഈ അട വന്നിട്ട് ഇത് വളരെ ഹെൽത്തിനും നല്ലതാണ്. ഇത് കാണാനും അതേപോലെ തന്നെ കഴിക്കുവാനും ഭയങ്കര ടേസ്റ്റുള്ളതാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.